നമ്മൾ ഈ സാരി ബ്ലൗസിൻ്റെ ഡാട്ട് മാർക്ക് ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം 10.5 ഇഞ്ചിൽ 10 ഇഞ്ച് മെയിൻ ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഈ മെയിൻ ഡാട്ട് മാർക്ക് ചെയ്യും 10 എന്ന് വരുമ്പോൾ നമ്മൾ ഇത് 13 കൂട്ടും, ഫുൾ ലെങ്ത് 13 അങ്ങനെ കൂട്ടല്ലേ. ഇത് എന്ന് വെച്ചാൽ ഈ സൈഡ് നമ്മൾ ഇറക്കുമ്പം ചോദിക്കുമ്പം 3.25 വന്നു, ഈ സൈഡ് നമ്മൾ നോക്കുമ്പോൾ എത്ര വന്നു, 3.5 വന്നു. അപ്പോൾ ഇവിടവുമായിട്ട് നമ്മൾ 1/2 ഇഞ്ച് 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഡാട്ടിൻ്റെ ഫുൾ ലെന്ത് എടുക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ തന്നെ പിടിച്ചെടുക്കണം. ഈ ഭാഗത്ത് ഇതാണ് നിങ്ങളുടെ ഫുൾ ലെങ്ത്. കാരണം നമ്മൾ ഡാട്ട് ഇങ്ങനെയാണ് അടിക്കുന്നത്. ഡാട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ലെങ്തായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു 1/4 ഇഞ്ച് വ്യത്യാസം വരുവാണ്, പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഡാട്ടിൻ്റെ ഭാഗം. ഈ ഡാട്ട് ഒരു കാരണവശാൽ ഒരുപാട് മേളിലോട്ട് കയറിപ്പോവുകയും ചെയ്യല്ലേ, ഒരുപാട് വീതി പിടിക്കുകയും ചെയ്യരുത്. നമ്മൾ 1/4 ഇഞ്ചേ പിടിക്കാവുള്ളൂ. കാരണം സാറിന് എങ്ങനെയാണ് നമ്മൾ ഇതുണ്ട് ഇത്രയും ഒരു വീതിയെ നമ്മൾ പിടിക്കുകയുള്ളൂ, 1/4 ഇഞ്ച്. കാരണം അതെന്നാന്ന് പറഞ്ഞാൽ ഇതിന് വിത്ത് കൂടിപ്പോയാൽ ഈ ഭാഗത്തെ ലൂസ് എത്രയാണ് നമുക്ക് ഇങ്ങോട്ട് തള്ളിക്കിട്ടും. ഇത് ഇങ്ങനെ പൊങ്ങുമ്പോൾ നമ്മൾ ഡാറ്റ ഈ ഭാഗത്തെ ലൂസ്, പക്ഷേ ഈ ഭാഗത്ത് വരുന്ന ലൂസ് ഇത് മുകളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതെന്ത് പറയും, നെക്കിൻ്റെ ഷേപ്പിനെ ഇത് ബാധിക്കാനും നെക്ക് ലൂസ് വരാനും സാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കപ്പ് സൈസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഈ ഡാട്ട് കൂടുതൽ പിടിക്കില്ല. പിന്നെ നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് വരുന്ന റിഗാളിൻ്റെ അവിടെ നിന്ന് വരുന്ന ഡാട്ട്, ഈ ഡാട്ട് നിങ്ങൾ ഒരുപാട് കൂടുതൽ പിടിച്ചാൽ ഇതും മാക്സിമം 1/2 ഇഞ്ച് കൂടുതൽ ഒട്ടും പിടിക്കരുത്. ഈ ഡാട്ടിൻ്റെ ഇവിടെയും ഒരുപാട് ലൂസ് കൂടിപ്പോയാൽ അത് ഇവിടെയും ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഡാട്ട് പിടിക്കുമ്പം പ്രത്യേകം നിങ്ങൾ ഈ 2 ഭാഗവും ശ്രദ്ധിച്ച് പിടിക്കുക. മെയിനായിട്ടുള്ള ഇവിടെ ഒരുപാട് തുമ്പ് പിടിക്കില്ല, ഈ ഭാഗത്ത് ഒരുപാട് തുമ്പ് പിടിക്കില്ല. പിന്നെ മെയിൻ ഡാറ്റിൻ്റെ ലെങ്ത് നമ്മൾ അളവ് ബ്ലൗസിൽ നിന്നോ ഇല്ലെങ്കിൽ അളവെടുക്കുമ്പോഴോ ഈ ഭാഗമാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരണം. അതാണ് നമ്മൾ ഡാട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന തീർന്നുള്ള അളവ്. അപ്പോൾ ആ അളവ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.